നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ എക്സാമിനേഷൻ കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. മാത്രവുമല്ല, തിരുവിതാംകൂർ ദേവസ്വം LDC എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം LDCക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇത് മുൻ വർഷ പരീക്ഷയെ വെച്ചുകൊണ്ട് മുൻ പരീക്ഷയെ വെച്ചുകൊണ്ട് ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക്. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ 100 ചോദ്യങ്ങളെയും എടുത്തുകൊണ്ട് അതിലേതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ്, ഏതൊക്കെ സബ്ജക്റ്റുകൾ എന്നല്ല, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത തിരുവിതാംകൂർ ദേവസ്വം LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം LDCക്ക് വരാനിരിക്കുന്ന സിലബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ സിലബസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേ സിലബസ് തന്നെ വരാനാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, സിലബസിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിലവിൽ നമുക്ക് വന്നിട്ടുള്ള 100 മാർക്കിന്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ പരിശോധിക്കുമ്പോൾ സിലബസിൽ നിന്നും സിലബസിന് പുറത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. സിലബസിനുള്ളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, സിലബസിന് പുറത്തുനിന്നും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളല്ലാതെ, അതായത് സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചോദിക്കാതെയും ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ ടോപ്പിക്കുകൾ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പോകുന്നു. സാഹിത്യ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഞാൻ ഈ സാഹിത്യം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ അവാർഡുകൾ ഒഴിച്ചു നിർത്തി പ്യുവർ ആയിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അവിടുന്ന് ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ 100ൽ 1 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവാർഡുകളാണ് പരിശോധിക്കുന്നത് എങ്കിൽ, അതായത് എഴുത്തച്ഛൻ പുരസ്കാരം എന്നോ അങ്ങനെയൊക്കെ പറയുന്ന അവാർഡുകൾ ഉണ്ടല്ലോടാ, ആ അവാർഡുകളിൽ നിന്ന് 3 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവാർഡുകൾ നമ്മൾ പറയുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട, ഇങ്ങനെയല്ല സിലബസിൽ പറയുന്നത് നേരിട്ട്, എന്നിരുന്നാലും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്ന് 3 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവാർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് 3 ചോദ്യം. ദെൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നേരിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനി ആർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. അപ്പൊ ഭരണഘടനയിൽ നിന്ന് ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഭരണഘടന എന്ന് പറയുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ചർച്ച ചെയ്യാം. സർവകലാശാലകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സർവകലാശാലകൾ. നീതി ആയോഗ്, എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നേരിട്ട് സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, പരാമർശമില്ല. എങ്കിലും 1950 അല്ലെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ. അപ്പൊ അവിടെ നിന്ന് എന്താണ് വന്ന ചോദ്യമാണ്. നീതി ആയോഗിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് നീതി ആയോഗിന്റെ ഫുൾ ഫോമോ മറ്റോ ആണ് ചോദിച്ചത്. then അടുത്തത് ഇന്ത്യയിലെ വിവിധ പ്രക്ഷോഭങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ചോദ്യം, ഹാൽഡിഗട്ടി യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. then തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിനുശേഷം മന്ത്രിമാരും വകുപ്പുകളും ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ചോദ്യമായിട്ട് വരുന്നതാണ്. ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. ദേശീയ ഉദ്യാനങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആനുകാലികത്തിൽ നിന്ന് 10ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് LDC എക്സാമിന് നല്ല പ്രാധാന്യം എവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. 10 ചോദ്യങ്ങൾ എത്രയാണ് മക്കളെ, 10 ചോദ്യങ്ങളാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രം എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. 10ൽ കൂടുതൽ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ബാക്കി ചോദ്യങ്ങളൊക്കെ ഞാൻ മറ്റ് ടോപ്പിക്കുകളിലേക്ക് കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 100 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10ൽ 1 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കറണ്ട് അഫെയർ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കറണ്ട് അഫെയറിന് പ്രാധാന്യം കൊടുത്തു പഠിച്ചോ, അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, ദിനങ്ങൾ, അതിന്റെ
തീമുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സർക്കാർ പദ്ധതികൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, സർക്കാരിന്റെ പദ്ധതികൾ എന്നുള്ള ടോപ്പിക്ക്. അവിടെ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സർക്കാർ പദ്ധതികളിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിയമനങ്ങൾ, അതും ആക്ച്വലി കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിയമനങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം. കറണ്ട് അഫയർ എന്ന് പറയുന്ന ഭാഗത്ത് നിയമനങ്ങൾക്ക്, അവാർഡുകൾക്കൊക്കെ നിങ്ങൾ പ്രത്യേക പ്രാധാന്യം കൊടുത്തോണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത് ആക്ച്വലി കറണ്ട് അഫയർ ആണ്. ദെൻ അവാർഡുകൾ, അവിടെ തന്നെ അവാർഡുകൾ കയറി വരുന്നുണ്ട്. ദെൻ അവിടെ തന്നെ നിയമനങ്ങൾ കയറി വരുന്നുണ്ട്. ഇതെല്ലാം കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും? കറണ്ട് അഫയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾക്കും. ഇനി മറ്റ് ഒരു ഭാഗത്തേക്ക് പോയാൽ കായികം, അവിടെ നിന്ന് 2 ചോദ്യങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു. 2 ചോദ്യങ്ങളാണ് കായികം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ദെൻ പത്രങ്ങൾ, അത് സാംസ്കാരികം എന്ന ഭാഗത്ത് നമുക്ക് ചേർക്കാൻ പറ്റും അല്ലേ? അവിടെ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സാഹിത്യമോ സംസ്കാരികമോ ഇവിടെ നിന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പത്രങ്ങൾ. ഒരു ചോദ്യം. ദെൻ ആഗോളതാപനം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ലോക്പാൽ, അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ലോക്പാൽ ആണ് ചോദിച്ചത്. ഒരു ചോദ്യം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഓസോണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അത് ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഗ്ലോബൽ ഇഷ്യൂസിൽ വരുന്നതാണ്. അവിടെ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഭരണഘടന അത്ര കണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ 2 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് നോർമലി പഠിച്ചു പോയാൽക്കും പഠിക്കാതെ പോയാൽക്കും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ മാത്രമേ എവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ, ഭരണഘടനയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ISRO 1 മാർക്കിനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. തടാകങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്ഥാപനങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു. രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസിൽ സയൻസ് വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. സിലബസിൽ എന്തില്ല, സയൻസ് വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സയൻസ് വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സിലബസിന് പുറത്തു നിന്നും ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. പഠനങ്ങൾ അല്ലെ, വിവിധ പഠനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്, മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്, ഇങ്ങനെയൊക്കെ ഇല്ലേ, അവിടെ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കലകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ കല, കായികം, സാഹിത്യം, സാംസ്കാരികം, ഇത്രയും ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാം. ദെൻ IT-യിൽ നിന്ന് 10 ചോദ്യങ്ങളുണ്ട്. ഞാൻ ടോപ്പിക് വൈസ് പറയുന്നില്ല. IT എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങൾ. കാരണം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനമെന്നല്ലേ, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എന്താണ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദെൻ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. 2D മെൻസുറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു ചോദ്യമുണ്ട്. ജോലിയും സമയവും ദൂരവും, പലിശ, ക്ലോക്ക്, അംശബന്ധവും അനുപാതവും, ഇവിടെ നിന്നൊക്കെ എന്താണ് ഓരോ ചോദ്യങ്ങൾ വീതം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 20 ചോദ്യങ്ങളാണ് ചോദിച്ചത്. എത്രയാണ്? സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 20 ചോദ്യങ്ങൾ. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് 20 ചോദ്യങ്ങളാണ് LDCക്ക് വന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വന്നാൽ കണ്ടീഷണൽ സെന്റൻസ്, അതായത് ഈഫ് ക്ലോസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കേണ്ടതുണ്ട്. കൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് ടു വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഇഡിയംസ്, ടെൻസ് അല്ലെ, വിവിധ ടെൻസുകളെ കുറിച്ചുള്ള ചോദ്യം. പാർട്സ് ഓഫ് സ്പീച്ച്, അവിടെ നിന്ന് 2 ചോദ്യങ്ങൾ അഡ്ജക്റ്റീവ്, അഡ്വേർബ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ കളക്റ്റീവ് നൗൺ, റിപ്പോർട്ടഡ് സ്പീച്ച്, ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആർട്ടിക്കിൾസ്, ഇവിടെ നിന്നൊക്കെ ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മലയാളത്തിലേക്ക് വന്നാൽ വാക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യം, ഒറ്റപ്പദം, ശൈലികൾ, സമാനപദം, പര്യായപദം, ഘടകപദം, വചനം, വിപരീത പദം, ലിംഗം, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, ഈ ഭാഗങ്ങളിൽ നിന്ന് മലയാളത്തിലും ചോദ്യമുണ്ടെന്ന് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ
എവിടെയൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ നിങ്ങൾ തിരുവിതാംകൂർ LDC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ലേ? കൊടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം LDC പരീക്ഷയെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം മുതൽക്ക് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ബാച്ചുകളിൽ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നത് നമുക്കറിയാം, അരവിന്ദ് സാറുണ്ട്, അതേപോലെ തന്നെ വിഷ്ണു നാരായണൻ സാറുണ്ട്. ഇവരൊക്കെ എന്താണ് ഈ ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ, പുതിയ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളെ പോലെ തന്നെ കറണ്ട് അഫെയറിന് നിങ്ങൾ വളരെ അധികം പ്രാധാന്യം കൊടുക്കണം. കറണ്ട് അഫെയർസിന് പ്രാധാന്യം കൊടുക്കണം. കറണ്ട് അഫെയർസ് നമുക്കറിയാമല്ലോ, കാർത്തിക മിസ്, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാർത്തിക മിസ്സിന്റെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ എന്താ അവിടെ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഈ 2 ഭാഗങ്ങൾക്ക് അത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു മാസം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നാൽ സിലബസ് പെട്ടെന്ന് കിട്ടുമെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. എന്നാലും സിലബസ് താമസിച്ച് വന്നാലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? പക്ഷേ സിലബസിന് പുറത്തു നിന്നും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സൂപ്പർ നോട്ട്സിൽ ഈ കാര്യങ്ങളെല്ലാം സിലബസ് പ്ലസ് അതിന് പുറത്തുള്ള ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ കുട്ടികൾക്കൊക്കെ അത് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കണം, ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നൊരു 3 മാസത്തിനുള്ളിൽ പരീക്ഷയുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യുഗ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യുഗ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണ് കേട്ടോ. അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യുഗ ബാച്ചിൽ ക്ലാസ് കിട്ടും. ഇന്ന് മുതൽ യുഗ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ട്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്നറിയാമോ? അത് ഇന്നും നാളെയുമാണ് മക്കളെ, ഇന്നും നാളെയുമാണ്. നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് 20% ഡിസ്കൗണ്ട് ലഭിക്കും കേട്ടോ. 20% ഡിസ്കൗണ്ട് ലഭിക്കും. 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് യുഗ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ യുഗ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. മാത്രവുമല്ല യുഗ ബാച്ചിന്റെ പ്രത്യേകത ഞാൻ ഇവിടെ എഴുതി തരാം. അതായത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്തിനാ, നിങ്ങൾ ജോലിക്ക് പോകുന്നവർ കാണില്ലേ, വീട്ടമ്മമാർ കാണില്ലേ, നിങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ലൈവ് ക്ലാസ് എന്ന സമയത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. അത് മാത്രവുമല്ല, ഒരു ലൈവ് ക്ലാസ് ചിലപ്പോൾ 40 പേരെ കയറുള്ളൂ. 100 പേരുള്ള ബാച്ചാണെങ്കിൽ ബാക്കി 60 പേരും കയറാൻ പോകുന്നത് എവിടെയായിരിക്കും? റെക്കോർഡഡ് ക്ലാസ്സിലായിരിക്കും. ആ ലൈവിന്റെ റെക്കോർഡ് കാണുമ്പോൾ അതിൽ വന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് അല്ലേ? റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ പ്യുവർ കണ്ടന്റ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്യുവർ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. റെക്കോർഡഡ് ക്ലാസ്സുകൾ കഴിഞ്ഞു, ലൈവ് ക്ലാസ്സും ഉണ്ട്. ലൈവ് ക്ലാസ് ഇല്ലയോ എന്ന് ചോദിച്ചാൽ വീണ്ടും ലൈവ് ക്ലാസ് ഉണ്ട്. അതെന്താണ്? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ അടിപൊളിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൂടി എവിടെ കിട്ടും? ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടും. അത് ലൈവ് ക്ലാസ്സുകളാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ലൈവ് ഇട്ട് തരും. അപ്പൊ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും. അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ദെൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി തരുന്ന ടോപ്പിക്കുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ഡെയിലി ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള പാർട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ തന്നെ എല്ലാ മൺഡേകളിലും നമ്മൾ അധ്യാപകർ അമൽ സാറിന്റെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തിരിച്ച് കൈപിടിച്ചുയർത്താനുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ അധ്യാപകർ മാറിയുള്ള മെന്റർഷിപ്പ് സെഷൻ കിട്ടും. കഴിഞ്ഞിട്ടില്ല മക്കളെ, നിങ്ങൾക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു മെന്റർ അവിടെ കിട്ടും. ദെൻ ഇത് കൂടാതെ തന്നെ ഓരോ 100 മാർക്കിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, 100 മാർക്കിന്റെ
പ്രാക്ടീസ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നത്, അത് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് 100 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചേരുന്ന ബാച്ചാണ് യുഗ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ യുഗ ബാച്ചിന്റെ പിക്ചറിൽ പോയതിനു ശേഷം താഴെ ദാ ഇതേപോലെ ഫ്രീഡം 20 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയാം, FREEDOM20, സ്പേസ് ഒന്നുമില്ല, ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇന്നും നാളെയും 14-15 ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8281223366 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.